Good morning, students. Another question. Circle dot be a binary operation. Binary operation represented simple answer. Be a binary operation on q minus independence 0 defined by a binary operation b equal to a by b. Then 1 binary operation, 2 binary operation, 3 binary operation, 4 is equal to. Then 5 options for the option correction. But the binary operation defines a by b in the a binary operation b. A by b. So 2 by 3 ആണെങ്കിൽ 2 by 2 binary operation 3 എന്ന് പറഞ്ഞാൽ 2 by 3. 3 binary operation b എന്ന് പറഞ്ഞാൽ 3 binary operation 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 3 by 4 ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ 3 binary operation 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 3 by 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 binary operation 3 by 4 എത്രയായിരിക്കും 2 by 3 by 4 that is equal to 8 by 3. ഇനി 1 binary operation 8 by 3 എന്തായിരിക്കും 1 divided by 8 by 3. That is equal to 3 by h. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഇ is the correct answer. ഓപ്ഷൻ ഇ ആണ് 3 by 8 ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബൈനറി ഓപ്പറേഷൻ ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി. സർക്കിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷന്റെ റെപ്രസെന്റേഷനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എ ബൈ ബി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് 3 by 8 കിട്ടും. ആദ്യം 3 by 4 എടുക്കുന്നു. അപ്പോൾ 3 by 4. ഇനി 2 binary operations 3 by 4 വീണ്ടും 2 by 3 by 4 കൊടുക്കുന്നു. അപ്പോൾ 8 by 3 കിട്ടും. പിന്നെ 1 by 8 by 3 കൊടുക്കുമ്പോൾ 1 by 8 by 3 3 by 8. അതിന്റെ ആൻസർ ആണ്. ഓക്കേ. അടുത്ത ക്വസ്റ്റ്യൻ. If n of A union B equal to 97, n of A intersection B equal to 23, and n of A minus B is equal to 39, then n of B, A first 52, B 55, C 58, D 62, E 65. So നമുക്കിവിടെ n of A union B തന്നിട്ടുണ്ട്, n of A intersection B തന്നിട്ടുണ്ട്, n of A minus B തന്നിട്ടുണ്ട്. നമുക്ക് n of B ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു പെൻഡഗ്രം വരയ്ക്കുന്നുണ്ട്. ഇവിടെ A ഇത് A intersection B. A intersection B നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയാണ് 23. ഇനി n of A minus B. A minus B എന്ന് പറഞ്ഞാൽ എന്താണ്? 13. അപ്പോൾ n of A എന്തായിരിക്കും? n of A is equal to 39 plus 23. That is equal to 62. ഇനി നമുക്ക് ഇത് A minus B ആണെങ്കിൽ ഇതെന്തായിരിക്കും? B minus A ആയിരിക്കും. ഇത് A intersection B ആയിരിക്കും. ഈ മൂന്ന് സെറ്റും ഡിസ്ജോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് n of A union B എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? n of A minus B plus n of A intersection B plus n of B minus. n of A union B എത്രയാണ്? 39 ആണ്. n of A minus B എത്രയാണ്? A minus B എന്ന് പറഞ്ഞാൽ 39 തന്നിട്ടുണ്ട്. പ്ലസ് n of A intersection B എത്രയാണ്? 23 ആണ്. n of A union B 97 ആണ്. 97 39 23 plus n of B minus. Therefore n of B minus C എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ട്? 97 minus 39 plus 23. അപ്പോൾ 97 നിന്ന് 62 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35 കിട്ടും. അപ്പോൾ n of B minus A എന്നുള്ളത് 35 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n of B ആണ് കണ്ടുപിടിക്കുന്നത്. n of B കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു പോർഷൻ ഇതാണ് നമ്മുടെ ഏത് 35 എന്നുള്ളത്. ഈ 35നോട് എന്ത് കൂട്ടണം? n of B minus A plus n of A intersection B കൂട്ടിയാൽ മതി. അപ്പോൾ therefore 35 plus 23, therefore 58. So നമ്മുടെ ആൻസർ 58 ആണ്. ഓപ്ഷൻ സി is the correct answer. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ഡയഗ്രം വരച്ചാൽ മനസ്സിലാവും. ഇത് എ എന്ന സെറ്റ്, ഇത് ബി എന്ന സെറ്റ്. അപ്പോൾ ഇതിലെ ഈ മൂന്ന് പോർഷൻ ഡിവൈഡ് ചെയ്തത് എ മൈനസ് ബി, എ ഇന്റർസെക്ഷൻ ബി, ബി മൈനസ് സി. എ മൈനസ് ബി തന്നിട്ടുണ്ട്, എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്, എ യു ഡി ബി തന്നിട്ടുണ്ട്. അപ്പോൾ എ മൈനസ് ബി തന്നിട്ടുണ്ടെങ്കിൽ n of A minus B എന്ന് പറഞ്ഞാൽ എന്താണ്? 39 ആണ്. n of A intersection B എത്രയാണ്? 33 ആണ്.
n of a unit b minus 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല കൊടുത്ത് ഫോർമുല n of b minus a കണ്ടുപിടിക്കാൻ പറ്റും. n of b minus a കിട്ടി കഴിഞ്ഞാൽ നമുക്ക് a ഇന്റർസെക്ഷൻ b യോട് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 58 എന്ന് ആൻസർ കിട്ടും. 58. അടുത്ത ക്വസ്റ്റ്യൻ. Question number 33. The principal arguments of the complex number z is equal to 8 plus 4 divided by 1 plus 3. Argument കണ്ടുപിടിക്കണം. അതിന്റെ ആൻസർ is a pi by 4, b minus pi by 4, c 3 pi by 4, d minus 3 pi by 4, e pi by 6. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? z is equal to 8 plus 4i divided by 1 plus 3i. ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റിനെ ഗുണിക്കാം. അപ്പോൾ 1 minus 3i divided by 1 minus 3i. സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് വരും? 8 24i 4i minus 12i square. 12i square എന്ന് പറഞ്ഞാൽ plus 12 divided by താഴെ നമുക്ക് 1 minus 3i square നമ്മൾ 1 plus 9. Therefore നമുക്ക് 12 20 20 minus 20i divided by 10 വരും. Therefore 2 minus 2i 2 minus 2i നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ x ന്റെ 2 വരുമ്പോൾ ഇവിടെ വരുന്നത് ഇവിടെ x is equal to ഇവിടെ minus 2. അപ്പോൾ നമുക്ക് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്ക് ഇവിടെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് tan theta കാണാനുള്ള ഫോർമുല y by x എന്നാണ്. y by x എന്ന് പറയുന്നത് എത്രയാണ്? -2/2. that is equal to -1. നെഗറ്റീവ് വാല്യൂ വരുന്നത്. therefore തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? theta is equal to -pi by 4. Therefore, option B is the correct answer. Option B ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി is -pi. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ 8 plus 4i by 1 plus 3i എന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുലയിലേക്ക് കൺവെർട്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് ഫോർമുലയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 minus 2i കിട്ടി. ആ 2 minus 2i എന്നുള്ള പോയിന്റ് എവിടെയാണ് വരുന്നത്? ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോൾ ഇത് നമുക്ക് ടാൻ തിരിച്ചെടുക്കുമ്പോൾ -2/2. That is -1. Therefore, theta is equal to -pi by 4 എന്ന് ആൻസർ. അപ്പോൾ ആൻസർ -pi by 4 ആണ്. ഓക്കെ, എഴുതിയെടുത്തോളൂ കേട്ടോ.